كل شيء حقيقة وما بلغ عبد حقيقة الإيمان حتى يعلم أن ما أصابه لم يكن ليخطئه وما أخطأه لم يكن ليصيبه. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ലികുല്ലി ഷൈഇൻ ഹഖീഖ, എല്ലാ കാര്യങ്ങളുടെയും ഒരു അടിസ്ഥാനമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും ഒരു അടിസ്ഥാന തത്വമുണ്ട്. വമാ ബലഗ അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ, ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടോ ഇല്ലയോ അതിന്റെ ഒരു അടിസ്ഥാനം എന്താ, അതിന്റെ ഹഖീഖത്ത് എന്താണ്, ഹഖീഖത്തുൽ ഈമാൻ എന്താണ്? ഹഖീഖത്തുൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹത്താ യഅലം അന്നമാ അസ്വാബഹു ലം യകുൻ ലിയുഖ്തിഅ, നമുക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കലാണ്. അത് നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതായിരുന്നില്ല. നമുക്കൊരു അപകടം സംഭവിച്ചു, അപ്പൊ നമ്മൾ പറയാണ് ഞാനത് ആ വഴിക്ക് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് സംഭവിക്കില്ലല്ലോ, ഞാൻ ആ ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ടല്ലേ സംഭവിച്ചത് എന്നൊന്നും പറയരുത്. നമുക്ക് സംഭവിച്ചത് അത് നമുക്ക് കുടുംബത്തിലാവാം, വിവാഹ ജീവിതത്തിലാവാം, സൗഹൃദങ്ങളിലാവാം, നമ്മുടെ വീട്ടിലാവാം, മാതാപിതാക്കളിലാവാം, നമ്മുടെ ജോലിയിലാവാം, സൗഹൃദ ബന്ധങ്ങളിലാവാം, നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളാവാം, ഒരുപാട് അസുഖങ്ങളാവാം. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ലം യകുൻ ലിയുഖ്തിഅ, അതൊരിക്കലും നമുക്ക് പിഴച്ചു പോകാനുള്ളതായിരുന്നില്ല. വമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബ, നമുക്ക് സംഭവിക്കാതെ തട്ടിത്തെറിച്ചു പോയത് അത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴേ ഈമാനിന്റെ ഹഖീഖത്ത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര സംഭവമാണത്. നമുക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു, നമുക്ക് സംഭവിക്കാതെ പോയത് അല്ലാഹു നമുക്ക് കണക്കാക്കിയിട്ടില്ല. ഇത് ഖൽബ് കൊണ്ട് ബോധ്യപ്പെടുന്നിടത്താണ് നമ്മുടെ ഈമാനിന്റെ ഹഖീഖത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈമാന്റെ ഹഖീഖത്തിലേക്ക് പിന്നെ എങ്ങനെ രക്ഷപ്പെടുക? ഈമാൻ അടിസ്ഥാനമാണ്. നിസ്കാരത്തിലൊക്കെ നിസ്കാരത്തിന് നിയ്യത്ത് അടിസ്ഥാനമാണ്, ഖുശൂ അടിസ്ഥാനമാണ്. ഒരു ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്നു, സഹ്വിന്റെ സുജൂദ് ചെയ്യാം, ഒരു ഏറെയോ കുറവോ ചെയ്തു, പരിഹരിക്കാൻ വകുപ്പുണ്ട് നിസ്കാരത്തില്. നേരെ മറിച്ച് നിയ്യത്ത് മറന്നുപോയി, പരിഹരിക്കാൻ വകുപ്പുണ്ടോ? രണ്ടാമത് നിസ്കരിക്കണം. നമ്മുടെ കർമ്മങ്ങൾക്ക് പരിഹാരമുണ്ട്, പക്ഷെ അഖീദക്ക് പരിഹാരമല്ല. അത് തിരുത്തുക തന്നെ വേണം, പരിഹരിക്കുക തന്നെ വേണം. ബാക്കിയൊക്കെ ജബ്റ് ചെയ്യും, പരിഹരിച്ചു പോകും. പക്ഷെ നമ്മുടെ ഖുശൂ, നിസ്കാരത്തിലെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, അത് രണ്ട് സുജൂദ് സഹ്വിന് സുജൂദ് ശരിയാവോ? ഇല്ല. മഹാന്മാർ പറയും, ഒരു മനുഷ്യൻ അവനവന്റെ നിസ്കാരത്തിന് അല്ലാഹ് കൂലി തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ പറ്റി ഓർക്കാതെ നിസ്കരിച്ചുക, ഷർത്തും ഫർളൊക്കെ ക്ലിയറാണ്, ഖിബ്ലക്ക് മുന്നിട്ട് ഒന്ന് അനക്കോ ഒന്നുമില്ലാതെ വളരെ റാഹത്തില് കാഴ്ചയിൽ ഖുശൂവിൽ നിസ്കരിച്ചതാ. പക്ഷേ അള്ളാഹിനെ പറ്റി ലെവലേശം ഓർത്തിട്ടില്ലെങ്കിൽ സലാം വീട്ടിൽ പോയി മടക്കി നിസ്കരിച്ചേക്കുന്ന